ഒരു നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തി മുഹമ്മദ് യാസീൻ യാത്രയായി. ദേശീയപാതയിൽ ചാത്തമ്പ്ര ജംഗ്ഷനിൽ ലോറി സ്കൂട്ടിയിലിടിച്ചുണ്ടായ അപകടത്തിലാണ് സ്കൂട്ടിയുടെ പിന്നിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്ന മുഹമ്മദ് യാസീൻ മരണപ്പെട്ടത്. കടുവയിൽ തോട്ടയ്ക്കാട് നൂർമഹലിൽ റഫീഖ് മൗലവിയുടെയും സുദീനയുടെയും മകനാണ് 22-കാരനായ മുഹമ്മദ് യാസീൻ. ചിറയൻകീഴ് മുസ്ലിയാർ കോളേജിലെ ബിടെക് 3-ാം വർഷ വിദ്യാർത്ഥി. സ്കൂട്ടി ഓടിച്ചിരുന്ന സുഹൃത്തും വിദ്യാർത്ഥിയുമായ പുതുശ്ശേരിമുക്ക് MS മൻസിലിൽ ഷെരീഫിന്റെ മകൻ മുഹമ്മദ് ഇർഫാൻ അപകടത്തിൽ പരിക്കേറ്റു. ഇരുവരും ക്ലാസ് കഴിഞ്ഞ് തിരിച്ചുവരവെ തിങ്കളാഴ്ച വൈകിട്ട് 4:30-നായിരുന്നു അപകടം. ആറ്റിങ്ങിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മീൻ കയറ്റി വന്ന ലോറി സ്കൂട്ടിയുടെ പിന്നിലിടിച്ചു. റോഡിൽ തെറിച്ചു വീണ മുഹമ്മദ് യാസീന്റെ ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഭൗതികദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 1 മണിയോടെ തോട്ടയ്ക്കാട്ടെ വീട്ടിലെത്തിച്ചു. സഹപാഠികളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകളാണ് അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ തടിച്ചുകൂടിയത്. അപകടത്തിൽ പരിക്കേറ്റ ഇർഫാനെ ഉറ്റ സുഹൃത്തിനെ അവസാനമായി ഒന്ന് കാണാൻ ആംബുലൻസിൽ ഇവിടേക്ക് എത്തിച്ചു. 1 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം കടുവപ്പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി.